രാഷ്ട്രത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സമത്വബോധവും സുരക്ഷിതത്വവും നിലനിൽക്കണമെങ്കിൽ അധികാരം എല്ലാവർക്കും വേണം. അംബാനിക്കും അഡാനിക്കും മാത്രം പോരാ. അവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അംബാനിക്കും അല്ലെങ്കിൽ അഡാനിക്കും വലിയ പ്രാമുഖ്യമില്ല. ഇവിടെ ജനങ്ങൾക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, സഖാവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പറഞ്ഞു, ഈ നാട്ടിലെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾ വിജ്ഞാന സമൂഹത്തിന്റെ ഭാഗമാകണം. ഈ ലോകത്ത് മുന്നേറണമെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാനം മാത്രം പോരാ, വിജ്ഞാനം വേണം. ഇന്നത്തെ ലോകം അതിബൃഹത്തായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അറിവുകൾ ഓരോ നിമിഷവും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള വൈജ്ഞാനിക കണ്ടുപിടുത്തങ്ങൾ ലോകത്തില് ഓരോ മണിക്കൂറിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പറഞ്ഞു, ഈ സാമ്പത്തിക സാമൂഹിക ഘടന ഒരു നോളജ് ഇക്കോണമി ആയിട്ട് മാറണം, ഒരു വൈജ്ഞാനിക സാമ്പത്തിക ഘടനയായിട്ട് കേരളത്തിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടുമാണ് അദ്ദേഹം അത് പറഞ്ഞത്. കൂടുതൽ വിജ്ഞാനം സമ്പാദിക്കൂ, കൂടുതൽ നിങ്ങളുടെ വൈദഗ്ധ്യങ്ങളെ നൈപുണ്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരൂ, സർഗാത്മകമായ പ്രക്രിയയിൽ ഏർപ്പെടൂ. നിങ്ങൾക്ക് ഉള്ള ജോലിയെ ചെയ്യാനുള്ള നൈപുണ്യം, സ്കിൽ ഡെവലപ്മെന്റ്, അതുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ഇക്കോണമി ആയിട്ട് അത് കേരളത്തിൽ അവതരിപ്പിച്ച ധനമന്ത്രിയുടെ പേരാണ് ഇക്കണോമിസ്റ്റായ തോമസ് ഐസക്. നോളജ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ലോകത്തിൽ നടക്കുന്ന വിജ്ഞാനങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ സംഭവങ്ങൾ, ഇതൊന്നും അറിയാതെ എന്ത് ജീവിച്ചിട്ടെന്ത് കാര്യം? ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു STD കോൾ പോലും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇന്നിവിടെ ഇരുന്ന് അമേരിക്കയിലേക്കും ടോക്കിയോയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ നമുക്ക് വിളിക്കാം, വീഡിയോ കാണാം. എല്ലാ വിവരങ്ങളും ഇന്ന് വിരൽത്തുമ്പിലാണ്. അങ്ങനെ വിരൽത്തുമ്പിലാണ് എല്ലാ വിവരങ്ങളും ഉള്ള ലോകത്തിൽ തന്നെ പല വിജ്ഞാനങ്ങളും പലരിലേക്കും എത്താതെ പോകുന്ന ഒരു കാലഘട്ടത്തില് ഉണ്ട്. ഗ്രാമീണ പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ 141 കോടി ജനങ്ങളിൽ ഇപ്പോഴും ഫേസ്ബുക്ക് ഉടമസ്ഥൻ മാർക്ക് സുക്കൻബർഗിന്റെ കണക്ക് പ്രകാരം 80 കോടി ജനങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളൂ. ബാക്കി 61 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. ഇന്റർനെറ്റ് സംവിധാനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് വെറും 62 കോടി ജനങ്ങളാണെന്ന് സുക്കൻബർഗ് പറയുന്നു. അപ്പൊ 80 കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇന്റർനെറ്റ് സൗകര്യമില്ല. കേരളത്തിലോ? കേരളത്തിൽ 85% പേർക്ക് ഇന്റർനെറ്റ് സൗകര്യമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്.